പരീക്ഷ പേപ്പർ ചോർച്ചയിലെ ജെൻസി പ്രതിഷേധത്തിന് പിന്നാലെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് തയ്യാറെടുത്ത സംയുക്ത കിസാൻ മോർച്ച ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അടക്കമുള്ള ജനവിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് രാജ്യവ്യാപക പ്രതിഷേധം നടത്തുന്നത്. ഓഗസ്റ്റ് 10-ന് ജയിൽ ഭാരോ എന്ന പേരിൽ രാജ്യത്തുടനീളം പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഓൾ ഇന്ത്യ കിസാൻ സഭ അധ്യക്ഷൻ വിജു കൃഷ്ണൻ അറിയിച്ചു. റിപ്പോർട്ടിലേക്ക്. വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കർഷക സംഘടനകളും. ഓഗസ്റ്റ് 10-ന് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് AIKS നേതാവ് വിജു കൃഷ്ണൻ പറഞ്ഞു. ഓഗസ്റ്റ് 10-ാം തീയതി കർഷക സംഘടനകളും കർഷക തൊഴിലാളി സംഘടനകൾ ട്രേഡ് യൂണിയനുകൾ ചേർന്നുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജയിൽ നിറക്കൽ എന്ന ഒരു തീരുമാനവും ലക്ഷക്കണക്കിന് കർഷകരും തൊഴിലാളികളും പങ്കെടുക്കുന്ന ഒരു സമരം കൂടി തീരുമാനിച്ചിരിക്കുന്നു. കർഷക പോരാട്ടത്തിന് പിന്തുണയുമായി CJP വക്താവ് അശുതോഷ് റാങ്കയും സംയുക്ത കിസാൻ മോർച്ചയുടെ കൺവെൻഷനിൽ പങ്കെടുക്കാനായി എത്തി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ പിൻവലിക്കണമെന്നുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് പ്രതിഷേധമെന്ന് AIKS നേതാവ് കൃഷ്ണപ്രസാദ് വ്യക്തമാക്കി. ഏറ്റവും പ്രധാനമായി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റുകളാണ്. ഈ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റുകൾ ഇന്ത്യക്ക് അപകടമാണ്, അത് പിൻവലിക്കണം. രണ്ടാമത്തെ വിഷയം MSP ആണ്. ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ MSP പൂർണ്ണമായും നടപ്പിലാക്കണം. ഇന്നുള്ളതിനേക്കാൾ 30% കൂടുതൽ വില കിട്ടാൻ നമുക്ക് അവകാശമുണ്ട്, അത് ലഭ്യമാകണം. മൂന്നാമത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കർഷകരുടെ ആത്മഹത്യ തടയുക എന്നുള്ളതാണ്. അതിന് അവരുടെ കടക്കണിയിൽ നിന്ന് അവരെ മോചിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള സമഗ്രമായ കടാശ്വാസ പദ്ധതി നടപ്പിലാക്കണം. കേന്ദ്രത്തിന്റെ നെറികെട്ട നയങ്ങൾക്കെതിരായാണ് കർഷകർ അണിനിരക്കുന്നതെന്ന് EP ജയരാജൻ വിമർശിച്ചു. കൃഷിക്കാരോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന നെറികെട്ട അവഗണനയിൽ പ്രതിഷേധിക്കാനും ആ ഗവൺമെൻറ് നയങ്ങളെ തിരുത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായൊരു പ്രക്ഷോഭത്തിന് രൂപം കൊടുക്കാനാണ് ഈ സംയുക്ത കിസാൻ മോർച്ച ഇവിടെ ഇത്തരമൊരു കൺവെൻഷൻ സംഘടിപ്പിച്ചത്. രാജ്യത്തുടനീളമുള്ള കർഷക സംഘടനാ നേതാക്കൾ പങ്കെടുത്ത സംയുക്ത കിസാൻ മോർച്ചയുടെ ദേശീയ കൺവെൻഷൻ ഡൽഹിയിൽ നടന്നു. സംയുക്ത കിസാൻ മോർച്ച നേതാവ് രാകേഷ് തിക്കായത്ത് അടക്കമുള്ളവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, ദില്ലി.